ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് കൂടി പഠിക്കണം. ഈ ടോപ്പിക് വൈസ് പഠിക്കേണ്ട ടോപ്പിക്കുകൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ബാക്കി ടോപ്പിക്സുകൾ, അതായത് ബാക്കി പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് നമ്മുടെ വീഡിയോസ് വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പൊന്മുടിയിൽ പുതുതായി കണ്ടെത്തിയ പുതിയ ഇനം നിഴൽ തുമ്പി ഏതാണ്? പൊന്മുടിയിൽ പുതുതായി കണ്ടെത്തിയ, തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടിയിൽ പുതുതായി കണ്ടെത്തിയ പുതിയ ഇനം നിഴൽ തുമ്പിയുടെ പേരാണ് പൊടി നിഴൽ തുമ്പി. എന്താണ്? പൊടി നിഴൽ തുമ്പി. 2023 സെപ്റ്റംബറിൽ ഇന്ത്യ അധ്യക്ഷത വഹിച്ച G20 ഉച്ചകോടിയിൽ ഏത് സംഘടനയ്ക്കാണ് സ്ഥിര അംഗത്വം ലഭിച്ചത്? ഏത് സംഘടനയ്ക്കാണ്? ആഫ്രിക്കൻ യൂണിയൻ ആണ്. ആഫ്രിക്കൻ യൂണിയൻ കൂടി G20 അംഗത്വം ലഭിക്കുന്നതോടെ അടുത്ത വർഷം മുതൽ G20 എന്തോന്നായിട്ട് മാറും? G21 ആയിട്ട് മാറും. അപ്പോൾ G20 എന്തായിട്ട് മാറും? G21 ആയിട്ട് മാറും. 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്ന് നടന്നത്? G20 ഉച്ചകോടി നടന്നത്. ഇവിടെ സ്ഥിരാംഗത്വം ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയൻ ആണ്. ഓക്കെ ആണല്ലോ. 2023 VR കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് ആരാണ്? 2023 VR കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് ഉമ്മൻചാണ്ടിക്കാണ് VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ നഗരം ഏതാണ്? സോളാർ സിറ്റി ഏതാണ്? മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ നഗരം. മറക്കരുത്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ നഗരം ഏതാണ്? സാഞ്ചി, മധ്യപ്രദേശ്. 2023 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണ്? 2023 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെസ്റ്റപ്പൻ ആണ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പുതുതായി തുടങ്ങിയ മൂൺ ടു മാർസ് പ്രോഗ്രാമിലേക്ക് നയിക്കാൻ നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? അപ്പൊ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് ഏത്? നാസ പുതുതായിട്ട് തുടങ്ങിയ മൂൺ ടു മാർസ് പ്രോഗ്രാമിലേക്ക് നയിക്കാൻ നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അമിത് ക്ഷത്രിയ. ആരാണ്? അമിത് ക്ഷത്രിയ. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. മറക്കരുത്, ബംഗളൂരുവില്. ലണ്ടൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച പ്രശസ്ത ഹിന്ദി ഗാനരചയിതാവാര്? ലണ്ടൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച പ്രശസ്ത ഹിന്ദി ഗാനരചയിതാവാണ് ജാവേദ് അക്തർ. ആരാണ്? ജാവേദ് അക്തർ. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ അവാർഡിൽ 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് 2023 സ്വച്ഛ് വായു സർവേക്ഷൺ അവാർഡിൽ 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയത്. 2023 US ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയത് രാജീവ് റാം സാലിസ്ബറി സഖ്യമാണ്. ഫൈനലില് ഇന്ത്യ ഓസ്ട്രേലിയൻ ജോഡിയായ ബൊപ്പണ്ണ എബ്ഡൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് രാജീവ് റാം സാലിസ്ബറി സഖ്യം കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങളുടെ എണ്ണം എത്ര? 9 ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങളുടെ എണ്ണം 9. ഇന്ത്യയിൽ UPI ATM സംവിധാനം അവതരിപ്പിച്ച ആദ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ UPI ATM സംവിധാനം അവതരിപ്പിച്ച ആദ്യ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. മറക്കരുത്, ബാങ്ക് ഓഫ് ബറോഡ.
ഗണിത പഠനത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ കേരള സർക്കാരിനു വേണ്ടി കെ-ഡിസ്ക് വികസിപ്പിച്ചെടുത്ത പഠനരീതി ഏതാണ്? കെ-ഡിസ്ക് വികസിപ്പിച്ചെടുത്ത പഠനരീതി ഏതാണ്? മഞ്ചാടിയാണ്. ഗണിത പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് മഞ്ചാടി എന്ന് പറയുന്ന ആ ഒരു പഠനരീതി എടുത്തത്. യൂറോപ്യൻ യൂണിയന് ശേഷം G20 ഉച്ചകോടിയിൽ അംഗമാകുന്ന രണ്ടാമത്തെ രാജ്യ കൂട്ടായ്മയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത്? ആഫ്രിക്കൻ യൂണിയന്. ആഫ്രിക്കൻ യൂണിയനിൽ എത്ര രാജ്യങ്ങളുണ്ട്? 55 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പൊ ഇനി മുതൽ G20 അല്ല, G21 ആണ് ആഫ്രിക്കൻ യൂണിയൻ കൂടി ചേർന്നപ്പോൾ. ആഫ്രിക്കൻ യൂണിയൻ ഒരു സംഘടനയാണ്. 55 രാജ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ടിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യം ഏതാണ്? അതേതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ടിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന പദവി നെയ്മർ നേടിയത് ആരുടെ റെക്കോർഡിനെ മറികടന്നതാണ്? ആരാണ്? പെലെയുടെ റെക്കോർഡ് മറികടന്നിട്ടാണ് ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന പദവി നെയ്മറിന് ലഭിച്ചത്. G20 രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് G20 ഇന്ത്യ. G20 രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് G20 ഇന്ത്യ. 2023 108 അടി ഉയരമുള്ള ശങ്കരാചാര്യരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഏകാത്മകത കി പ്രതിമ എന്നൊക്കെ പറഞ്ഞു. 108 അടിയാണ് ഇതിന്റെ ഉയരം. ഇത് എവിടെയാണ്? മധ്യപ്രദേശിലെ നർമ്മദാ നദിക്കരയിലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. 2023 ചൈനയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഔദ്യോഗിക സ്പോൺസർ ആരായിരുന്നു? അമുലായിരുന്നു സ്പോൺസർ. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ ആരാണ്? 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകനാണ് ഡോക്ടർ KT ബിജു. ഓർഗാനോ കാറ്റലിസിസ് മേഖലയിലെ ഗവേഷണത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായ പ്രളയം ബാധിച്ച രാജ്യമാണ് ലിബിയ. ഏതാണ്? ലിബിയ. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? രോഹൻ ബൊപ്പണ്ണ. അടുത്തിടെ അന്തരിച്ച അജിത് നൈനാൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? അജിത് നൈനാൻ കാർട്ടൂണിസ്റ്റ് ആണ് അജിത് നൈനാൻ. 2023 സെപ്റ്റംബറിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? വിജയവാഡ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ആന്ധ്രാപ്രദേശിലാണ്. ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷനാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ. ഇത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജാതി വിവേചന വിരുദ്ധ ബിൽ പാസാക്കിയ അമേരിക്കൻ സംസ്ഥാനം ഏത്? ജാതി വിവേചന വിരുദ്ധ ബിൽ പാസാക്കിയ അമേരിക്കൻ സംസ്ഥാനമാണ് കാലിഫോർണിയ. നിയമത്താൽ ജാതി വിവേചനം നിരോധിക്കുന്ന ആദ്യ അമേരിക്കൻ സംസ്ഥാനമാണ് ഏത്? കാലിഫോർണിയ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഇയാൻ വിൽമുട്ട്. ഇയാൻ വിൽമുട്ടിനെ നിങ്ങൾക്കറിയാം. ക്ലോണിങ്ങിലൂടെ സസ്തനിയായ ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ച സംഘത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഇയാൻ വിൽമുട്ട്. ഇന്ത്യയുടെ 54ാമത് കടുവ സങ്കേതമാണ് ധോൽപൂർ കരൗലി. ഈ ധോൽപൂർ കരൗലി കടുവ സങ്കേതം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിലെ 54ാമത് കടുവ സങ്കേതം നിലവിൽ വന്നത് ഏതാണ്? രാജസ്ഥാനിലാണ്. ധോൽപൂർ കരൗലി എന്നാണ് കടുവ സങ്കേതത്തിന്റെ പേര്. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ പുറത്തിറക്കിയ ലഘുലേഖകളാണ് ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നിവ. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ 2 ലഘുലേഖകളാണ്. ഒന്ന്, ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ്, ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസി, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, എലക്ഷൻസ് ഇൻ ഇന്ത്യ എന്നിവയാണ്. 2023 നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിന് വേദി ഏത്? നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിന് വേദി ഏതാണ്? മിലാനാണ്. ഇറ്റലിയിലാണ് മിലാൻ. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ KSEB പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്?
കേരള ഇ മൊബിലിറ്റി ആപ്ലിക്കേഷൻ. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ KSEB പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കേരള ഇ മൊബിലിറ്റി ആപ്ലിക്കേഷൻ. സിവിസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? 2023 സിവിസ് പുരസ്കാരം ഒരു ഇന്ത്യക്കാരന് കിട്ടുന്നത്. ഡോക്ടർ സുമേഷ് ശശിധരനാണ്. സിവിസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് ശശിധരൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ പ്ലാന്റ് ജീനോം സേവിയർ ഫാമേഴ്സ് റെക്കഗ്നിഷൻ പുരസ്കാരത്തിന് അർഹയായ ഗോത്ര വനിത ആരാണ്? അത് പരപ്പിയമ്മയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു പൈനാപ്പിളിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പരപ്പിയമ്മയ്ക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്. 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മുരുകൻ കാട്ടാക്കടയ്ക്കാണ്. മുരുകൻ കാട്ടാക്കടയ്ക്കാണ് 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. അണ്ഡവും ബീജവും ഇല്ലാതെ മൂലകോശങ്ങളിൽ നിന്ന് ഭ്രൂണം വികസിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. അണ്ഡവും ബീജമൊന്നുമില്ലാതെ മൂലകോശങ്ങളിൽ നിന്ന് ഭ്രൂണം വികസിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാസ്കോ വില്ലേജ് ആണ്. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമമാണ് കാസ്കോ വില്ലേജ്. 2023 മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി ഇന്ത്യയിലെ കാശ്മീരിലാണ്. ലോക മിസ് വേൾഡ് മത്സരങ്ങളിലെ വേദി എവിടെയാണ്? കാശ്മീർ, ഇന്ത്യയാണ്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന കാലിഗ്രഫി എന്താണ്? ഹാൻഡ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. ആ കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാലിഗ്രഫി ഫെസ്റ്റിവൽ നടക്കുന്നത്. അതിന് വേദി കൊച്ചിയാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കേല ആഭ്യന്തര വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. ഒഡീഷയിലാണ് ഉത്കേല ആഭ്യന്തര വിമാനത്താവളം നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ്? മലപ്പുറം ജില്ലയില് ഫ്ലോറ ഫാന്റസി വളാഞ്ചേരിയാണ് കൃത്രിമ വെള്ളച്ചാട്ടം. ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം ഫ്ലോറ ഫാന്റസി വളാഞ്ചേരി, മലപ്പുറം. മറാഫി എന്ന പേരില് കൃത്രിമ കനാലിനാൽ ചുറ്റപ്പെട്ട പുതിയ നഗരം നിലവിൽ വരുന്ന ഗൾഫ് രാജ്യം ഏത്? മറാഫി എന്ന പേരില് കൃത്രിമ കനാലിനാൽ ചുറ്റപ്പെട്ട പുതിയ നഗരം നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയില്. 2023 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഡെൻമാർക്കിലെ കോപ്പൻഹേഗനാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ചിട്ടാണ് 2023 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ-ഫോണിന് ഇന്റർനെറ്റ് സേവനം നൽകുന്ന അഹമ്മദാബാദിലെ സ്വകാര്യ കമ്പനിയാണ് ഇഷാൻ ഇൻഫോടെക്. കെ-ഫോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതിന് ഇന്റർനെറ്റ് സേവനം നൽകുന്നത് അഹമ്മദാബാദിലെ ഒരു സ്വകാര്യ കമ്പനിയാണ്. അതിന്റെ പേര് ഇഷാൻ ഇൻഫോടെക് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി എവിടെയാണ്? മധ്യപ്രദേശിലെ സാഞ്ചിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി. 2023 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മ. രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജ്ഘട്ടിലാണ് ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2023 ആഗോള AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആലിയ ഭട്ടുമാണ്. 2023 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഡെ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതെത്തിയത് ഡി ഗുഗേഷ് ആണ്. ഫിഡെ എന്ന് പറയുമ്പോൾ ചെസ്സിന്റെ ഓർഗനൈസേഷൻ ആണ് ഫിഡെ. ഈ ഫിഡെ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതെത്തിയത് ഡി ഗുഗേഷ് ആണ്. ചെസ് ഇതിഹാസം വിശ്വനാഥ് ആനന്ദിനെ പിന്തള്ളിയാണ് ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയത്. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇത് നടന്നത്. ഇറാനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
മിൽമയുടെ കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് തൃശ്ശൂരിലാണ്. മിൽമയുടെ കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് തൃശ്ശൂരിലാണ്. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? നേരത്തെ പറഞ്ഞു, മഞ്ചാടിയാണ്. ചൈനയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വാന നിരീക്ഷണ ദൂരദർശിനിയാണ് മോസി. എന്താണ്? ചൈനയിൽ ആരംഭിക്കുന്ന വാന നിരീക്ഷണ ദൂരദർശിനിയാണ് മോസി. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ശക്തമായ വാന നിരീക്ഷണ ദൂരദർശിനിയാണ് ഏത്? മോസി. ചൈനീസ് തത്വചിന്തകനും ജ്യോതിശാസ്ത്രജ്ഞനുമായ മോസിയുടെ പേരാണ് ടെലിസ്കോപ്പിന് നൽകിയിരിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബി ആണ്. കെനിയയിലാണ് നെയ്റോബി. ഇന്ത്യയിൽ കാന്റിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വരുന്നത് ഇടുക്കിയിലെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇന്ത്യയില് കാന്റിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് വാഗമൺ ആണ്, ഇടുക്കിയിലാണ്. ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോഡി അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത്? അസം. ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോഡി അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് അസം. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മാഗ്സസെ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി കണ്ണൻ. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നതാണ് മാഗ്സസെ പുരസ്കാരം. ഇത് 2023 നേടിയത് ഒരു ഇന്ത്യക്കാരനാണ്. ആരാണ്? ഡോക്ടർ രവി കണ്ണനാണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആരാണ്? ആർ മാധവനാണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടനാണ് ആർ മാധവൻ. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യയാണ്. കുടുംബനാഥരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. കുടുംബനാഥരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ സഹായധനം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് കർണാടകയാണ്. 2024 ഏത് രാജ്യമാണ് G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്? 2024 ആവുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു G21 ആവും ഉച്ചകോടി. ദെൻ G21 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ബ്രസീലാണ്. ബ്രസീല്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. പശ്ചിമഘട്ടത്തെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ച വ്യക്തിയാണ്. ഏതാണ് ആത്മകഥ? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേരാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മുൻ ഇന്ത്യൻ അത്ലറ്റാണ് PT ഉഷ. നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റാണ് PT ഉഷ. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. തായ്വാനിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം ഏത്? സബ്കാ മന്ദിർ ആണ്. തായ്വാനിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണ് സബ്കാ മന്ദിർ. സിംഗപ്പൂരിന്റെ 9ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഇന്ത്യൻ വംശജനാണ്. ആരാണ്? തെർമൻ ഷൺമുഖരത്നമാണ്. സിംഗപ്പൂരിന്റെ 9ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് തെർമൻ ഷൺമുഖരത്നം. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ആദ്യ വനിത ആര്? ഗീതിക ശ്രീവാസ്തവയാണ്. ആരാണ്? പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷന്റെ ചുമതല വഹിക്കുന്നത് ഒരു വനിതയാണ്. ആദ്യ വനിതയാണ് ഗീതിക ശ്രീവാസ്തവ. ഗീതിക ശ്രീവാസ്തവ. 2021-22 മികച്ച സർവകലാശാലയ്ക്കുള്ള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം പുരസ്കാരം നേടിയത് ഏതാണ്? കേരള സർവകലാശാലയാണ്. മികച്ച സർവകലാശാലയ്ക്കുള്ള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം പുരസ്കാരം കിട്ടിയത് കേരള സർവകലാശാലയ്ക്കാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം? മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. എവിടെയാണ്? റഷ്യ. ഏതാണ് ഖനി? മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്നത് റഷ്യയില്.
സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന എക്സൈസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്നാണ് സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന എക്സൈസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയും സിഇഒയുമായ ആദ്യ വനിത ജയവർമ്മ സിൻഹയാണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയും സിഇഒയുമായ ആദ്യ വനിതയാണ് ജയവർമ്മ സിൻഹ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത് ആദിത്യ L1. PSLV C-57 എന്ന റോക്കറ്റിലാണ് പേടകം വിക്ഷേപിച്ചത്. ഇപ്പൊ നോട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. PSLV C-57 റോക്കറ്റിലാണ് ഈ പേടകം വിക്ഷേപിച്ചത്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, SCRTയും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കണം. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഏകദേശം 30 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 മുതൽ 10 വരെയുള്ളത് വളരെ സിമ്പിളായിട്ട് അധികം കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ട്. ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സും PDF നോട്ടും എല്ലാം ലഭിക്കുന്ന രീതിയിൽ, മോക്ക് ടെസ്റ്റുകളും ഒക്കെ ലഭിക്കുന്ന രീതിയിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ് PSC ബേസിക്സിന്റെ ആപ്പിൽ. താല്പര്യമുള്ളവർക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.